അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. ലോകത്ത് തന്നെ 8 പേരാണ് അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട്. എനിക്കൊപ്പം ഉള്ളത് അങ്ങനെ ഒരാളാണ് അഫ്നാൻ. അഫ്നാന് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? കാരണം വലിയൊരു കുറേ ദിവസത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് 30-ാം തീയതിയാണെന്ന് തോന്നുന്നില്ല ചികിത്സ നേടിയത്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ചികിത്സ ഇങ്ങനെ അഡ്മിറ്റായി നിൽക്കുന്നത് തന്നെ. അപ്പം ഇവിടെയുള്ള ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും സഹായിച്ചതിനെ കൊണ്ട് ഞാൻ ഇപ്പോൾ ഈ നിലയിലെത്തി. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം. എങ്ങനെ ഇപ്പം കുളത്തിൽ കുളിക്കുന്ന ആണല്ലോ ഇത് വരുന്നത്? എങ്ങനെ മോനെ അവിടെ ഒരു കുളത്തിൽ കുളിക്കാൻ പോയത് സ്ഥിരം കുളിക്കുന്ന കുളമായിരുന്നു? ഞാൻ ഇങ്ങനെ വല്ലപ്പോൾ ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ അങ്ങനെ പോകാറുണ്ട്. ഡെയിലി പോക്കില്ല. ഇവിടെ അന്ന് പോയിരുന്നു അല്ലേ? പിന്നെ എങ്ങനെയാണ് ഈ കുളത്തിൽ കുളിച്ച് വന്നതിന് ശേഷം മോൻ എന്തായിരുന്നു? തലവേദന, പനി എങ്ങനെയാണ് വന്നത്? കുളത്തിൽ പോയി കുളിച്ചതിന് ശേഷം തലവേദന പെട്ടെന്ന് ഇവിടുന്ന് തലവേദന അന്ന്. അതിന് ശേഷം ഞാൻ കിടന്ന് കുറേ ടൈം കിടന്ന്. അതിന് ശേഷം 9 മണിയായ ടൈമിനാണ് അവസ്മാരം വന്നത്. അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യം ഇനി അറിയാം ഉപ്പയ്ക്കായിരിക്കും തോന്നുന്നില്ലേ അവൻ അവസ്മാരം വന്നെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പം ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നു അതാണ് ഈ ട്രീറ്റ്മെൻറ്റ്. നിങ്ങൾ അങ്ങനെ എത്രയും പെട്ടെന്ന് ഈ ഒരു രീതിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? എത്തുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം അങ്ങനെ ഒരു വഴി കാണിച്ചെന്നതായിരിക്കാം. എന്നുണ്ടെങ്കിൽ എനിക്ക് ഏക മകനാണ് ഇവൻ, നിറമക്കളില്ല. അപ്പം ഞാൻ അതിൻ്റെ അരമണിക്കൂർ മുമ്പ് ഞാനിങ്ങനെ മൊബൈലിൽ കണ്ടിരുന്നു ഈ അമീബേൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇങ്ങനെ കണ്ടിരുന്നു. അപ്പം അത് കാരണമായി അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ ഡോക്ടറോട് ഇവൻ കുളിച്ച വിവരം ഡോക്ടറോട് അറിയിച്ചു, പയ്യോളിന്ന്. അപ്പോൾ ഡോക്ടറോട് അറിയിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ നമുക്കൊരു നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ സംശയം പ്രകടിപ്പിച്ചു അല്ലേ? അതെ ഞാൻ ഇത് കണ്ണ് ചെയ്തുകൊണ്ടാണ് സംശയം പ്രകടിപ്പിക്കാൻ കാരണം. അങ്ങനെ വടകര ഹോസ്പിറ്റലിൽ പോയിക്കുമ്പോൾ അവിടെ ഡ്യൂട്ടി ഡോക്ടറുള്ളൂ, മറ്റേ ഡോക്ടർമാർക്ക് പിറ്റേ ദിവസം വരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് പറ്റില്ല, എനിക്ക് പിന്നെ ഡോക്ടറെ ഡയറക്റ്റ് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയിടുന്നു. അങ്ങനെ ഈ ഒരു ഇക്ര ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് എഴുത്ത് തന്ന്. പക്ഷേ എനിക്ക് തോന്നി ബേബിയിലേക്ക് വരണം എന്നുള്ളൊരു നല്ലൊരു മനസ്സ് വന്നു കിട്ടുന്നത്. അങ്ങനെയാണ് ഇവിടത്തേക്ക് വരുന്നത്. രാത്രി 1 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തി സ്പോട്ടിൽ തന്നെ ഡോക്ടേഴ്സ് നോക്കി അന്നേരം തന്നെ പിന്നെ ICUലേക്ക് മാറ്റുകയും ചെയ്ത് പിന്നെ MRI എടുത്ത് പിന്നെ ഈ നട്ടലിൻ്റെ നിന്ന് നീര് കുത്തിയെടുത്തിട്ട് പിന്നെ അതിൻ്റെ ടെസ്റ്റും ചെയ്ത് അപ്പോൾ പൂനെയിലേക്ക് ഇത് അയക്കുകയും ചെയ്തു. അപ്പോൾ അയച്ചിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ റിസൾട്ടിൽ പോസിറ്റീവായപ്പോൾ ഇവിടുത്തെ റിസൾട്ടിൽ പോസിറ്റീവായപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്പോട്ടിൽ തന്നെ തുടങ്ങുകയും ചെയ്തു. ആ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ടായി. അങ്ങനെ അന്ന് പിന്നെ പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്തുകളൊന്നും നമുക്കത്ര അറിയില്ലായിരുന്നു. പക്ഷേ ഡോക്ടർ കൗൺസിലിങ്ങിന് വിളിച്ചപ്പോൾ നമ്മളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നു. അപ്പോൾ നമ്മൾ ശരിക്കും അന്ന് ഇല്ലാതായി. ശരിക്കും എനിക്കൊരു പുനർജീവൻ തന്നെയാണ് ഇപ്പോൾ. അതിന് ശേഷം പിന്നെ ഓരോ ദിവസം ഡോക്ടർ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മളോട് പറയും പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ജർമ്മനിയിൽ നിന്ന് വരുന്ന ആ മരുന്നും ഞങ്ങളിവിടെ അഡ്മിറ്റായി 3-ാമത്തെ ദിവസം അതും ഇവിടെ വന്ന് അതും വലിയൊരു അനുഗ്രഹമായി മാറി. അതെല്ലാം തന്നെയാണ് ഇപ്പോൾ കാര്യമായിട്ട് പറയാനുള്ളത്. ഈ 30-ന് വന്നിട്ട് നമ്മളിപ്പം ഇന്നാണ് ഇപ്പോൾ ആശുപത്രി വിടുന്നത്. അപ്പോൾ അത്രയും ദിവസം നിങ്ങൾ അനുഭവിച്ചൊരു സ്ട്രഗിളൊക്കെ ഉണ്ടല്ലേ ഇതിന്? അതെ അത് എന്താ പറയുക, സത്യം പറയണത് അത് പറഞ്ഞറിയിക്കാനാവില്ല. അത്രയും ഇപ്പോൾ ഞാൻ ICUൻ്റെ മുമ്പിൽ അവിടെ ഇങ്ങനെ പോയിരിക്കും. എന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലത്തെ വേറെ പിന്നെ അമീബിൻ്റെ പ്രശ്നം കൊണ്ട് അല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉള്ള ആളുകളിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ICUയിൽ എൻ്റെ മകനുള്ള സമയത്തും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ICUയിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് എനിക്ക് എൻ്റെ മോൻ മാത്രമല്ല, നമ്മളെല്ലാ മക്കളും ഒരുപോലെ കാണുക, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മൊത്തം എല്ലാവരെയും പ്രാർത്ഥന, എല്ലാ ജാതി മതം അങ്ങനെ പറയാം. ഞാൻ മുസ്ലിമാണ്. എൻ്റെ നാട്ടിലുള്ള എല്ലാ മതസ്ഥരും എന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ഇപ്പം പിന്നെ ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുസ് ആയാലും എല്ലാവരും ഓരോരുത്തർ ഒപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ എന്നെ വിളിച്ചിട്ട് പിന്നെ മോൻ്റെ നാളും നക്ഷത്രമല്ല ചോദിക്കുന്നത്. ഞാൻ പറയാം ഞങ്ങൾക്ക് തന്നെ നാളും നക്ഷത്രം അങ്ങനെ ചെയ്യാറില്ല, എഴുതി വെക്കാറില്ല എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ട് അവർ അമ്പലത്തിലെല്ലാം ഓരോരോ സംഗതികൾ പിന്നെ അവരതായ രീതിയിലെല്ലാം കഴിക്കുകയും എന്നാണ്. എല്ലാ പ്രാർത്ഥനയും നമ്മൾ ദൈവത്തിലേക്കാണല്ലോ. അപ്പോൾ അത്രയും അതൊക്കെ പറയുമ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ അത്രയും ഭയങ്കര സംഭവമാണ്. അപ്പം എല്ലാവരുടെ പ്രാർത്ഥനയും നമ്മളെ ഈ ഡോക്ടേഴ്സിൻ്റെയും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ബേബി ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡോക്ടേഴ്സും പിന്നെ പ്രത്യേകിച്ച് പീഡിയാട്രിക് ICUയിലുള്ള ഡോക്ടേഴ്സും സിസ്റ്ററും ICUയിലുള്ള സിസ്റ്റർമാരും മറ്റേ റൂമിൽ വന്നവരുള്ള സിസ്റ്റർമാരും HDയിലായാലും എല്ലാവരും
വളരെ ഇപ്പം ഐ സിയുള്ള സിസ്റ്റർമാരൊക്കെ പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തും പോയി തിരിച്ചു വരുന്ന സമയത്തും ഇവനെ ഒന്ന് ചെറിയ മക്കളെ കളിപ്പിക്കുമ്പോൾ ഇവനെ ഒന്ന് കളിപ്പിച്ചിട്ടേ പോവുള്ളൂ. അത്രയും ഭയങ്കര കെയറിങ് കാര്യമെല്ലാം കിട്ടിയത്. ഈ എത്ര ദിവസത്തിന് ശേഷം ഇവൻ നിങ്ങളുടെ അടുത്തേക്ക്, അതായത് നിങ്ങൾ അവനെ കാണുന്നതോ ഇങ്ങനെയൊരു സംസാരം ഉണ്ടാകുന്നത്? 9 ദിവസത്തിന് ശേഷം. 9 ദിവസം ഐ സിയിലായിരുന്നു, വലിയ ഐ സിയിൽ. 9 ദിവസത്തിന് ശേഷം 4 ദിവസം HD മാറ്റി. അവിടുന്ന് പിന്നെ റൂമിലേക്ക് മാറ്റി. അവൻ്റെ പേര് ചോദിച്ചില്ല. സിദ്ദീഖ്. എന്തായാലും പറഞ്ഞതുപോലെ ഒരു പുനർജന്മം, അദ്ദേഹത്തിനും കൂടി ഒരു പുനർജന്മമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യത്തെ കേസ്, ആദ്യമായിട്ടാണ് ഒരാൾ ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ജീവിതത്തിലേക്ക് തിരികെ വരുന്നത്. എന്നാൽ നമുക്കൊക്കെ പ്രതീക്ഷാവഹമായ ഒരു കാര്യം കൂടിയാണിത്. നിതിൻ ഗോപിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.